ഹായ് ഓൾ. അപ്പോൾ എല്ലാവർക്കും ലക്ഷ്യയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. നോക്കിക്കേ, നമ്മൾ ഓൾറെഡി കണ്ട എക്സാമ്പിൾ തന്നെയാണ്. ഒരു മെറ്റലും ആസിഡും തമ്മിലുള്ള റിയാക്ഷൻ. ആരൊക്കെയാണ്? സിങ്കും സൾഫ്യൂരിക് ആസിഡും ചേർന്ന് എന്തൊക്കെ ഉണ്ടാവുന്നു? സിങ്ക് സൾഫേറ്റും ഹൈഡ്രജനും. അപ്പോഴേ നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ തരുന്നത് ഇതുപോലൊരു വേർഡ് ഇക്വേഷൻ ആയിരിക്കും. കണ്ടോ, ഞാൻ ആദ്യം എഴുതിയിട്ടില്ലേ? ആദ്യം എഴുതിയിരിക്കുന്ന ഇക്വേഷൻ കണ്ടോ? വേർഡ് ഇക്വേഷൻ. ഇതേപോലൊരു വേർഡ് ഇക്വേഷൻ ആയിട്ടായിരിക്കും തരുന്നത്. അപ്പോൾ ഒരു വേർഡ് ഇക്വേഷൻ തന്നിരുന്നാൽ നമ്മൾ അതിനെ ആദ്യം എന്താക്കണം? ഇതുപോലൊരു കെമിക്കൽ ഇക്വേഷൻ ആക്കണം. കെമിക്കൽ ഇക്വേഷൻ ആക്കിയിട്ടേ പിന്നീട് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, വേർഡ് ഇക്വേഷൻ ആയിരിക്കും മിക്കവാറും തരുന്നത്. അതിനെ നമ്മൾ ആദ്യം എന്തിലോട്ട് കൺവേർട്ട് ചെയ്യും? കെമിക്കൽ ഇക്വേഷൻ, സിമ്പിൾസ് ഒക്കെ വെച്ചിട്ട് ഒരു കെമിക്കൽ ഇക്വേഷൻ. അങ്ങനെ നമ്മൾ ആദ്യം എഴുതുന്ന കെമിക്കൽ ഇക്വേഷൻ അൺബാലൻസ്ഡ് ആയിരിക്കും അല്ലെ? മിക്കവാറും ഓൾമോസ്റ്റ് കേസിലും അതെന്തായിരിക്കും? അൺബാലൻസ്ഡ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അതിനെ സ്കെലറ്റൽ ഇക്വേഷൻ എന്ന് വിളിച്ചു അല്ലെ? അപ്പൊ അത്തരം ഒരു സ്കെലറ്റൽ ഫോം നമ്മൾ ആദ്യം എഴുതിയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് സിങ്കും സൾഫ്യൂരിക് ആസിഡും ചേർന്ന് സിങ്ക് സൾഫേറ്റും ഹൈഡ്രജനും ഫോം ചെയ്തു. അതിന്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതി. Zn പ്ലസ് H2SO4 ഗീവ്സ് സിങ്ക് സൾഫേറ്റ് പ്ലസ് ഹൈഡ്രജൻ. ഓക്കെ അല്ലേ? ഒന്നേം തുടങ്ങാം. നമ്മൾ ബാലൻസിങ്ങിന് ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നറിയാമോ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എഴുതിയ കെമിക്കൽ ഇക്വേഷനിലുള്ള ഓരോ കോമ്പൗണ്ടിനെയും എന്താക്കണം? ബോക്സിനകത്താക്കണം. ഓക്കെ, ഓരോന്നിനെയും എന്താക്കണം? ബോക്സിനകത്താക്കണം. അങ്ങനെ ബോക്സിനകത്താക്കുന്ന വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമല്ല. ഈ ബോക്സിനകത്താക്കുന്നതിൽ ഒരു ഉദ്ദേശമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഇനി ഇതിലോട്ട് ചേഞ്ചസ് വരുത്തും അല്ലെ? ഇതൊരു അൺബാലൻസ്ഡ് ഇക്വേഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ ചേഞ്ചസ് വരുത്തും. ബാലൻസ്ഡ് ആക്കാൻ വേണ്ടി നമ്മൾ പല ചേഞ്ചസും വരുത്തും. ആ ചേഞ്ചസ് ഒന്നും ഈ ബോക്സിനകത്ത് നമുക്ക് ചെയ്യാൻ റൂൾ ഇല്ല. ഓക്കെ, അങ്ങനെ റൂൾ ഇല്ല എന്ന് കാണിക്കാനാണ്, അല്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാനാണ് ആദ്യമേ നമ്മൾ എന്തിട്ട് വെക്കും? ബോക്സ് ഇടും. ഓക്കെ, അപ്പൊ ആ ബോക്സിനകത്ത് നമുക്ക് ഇനി എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ പറ്റുമോ? ഇല്ല. അതായത് നമ്മൾ പറയുവാണെങ്കിൽ ഇപ്പൊ ബോക്സിനകത്ത് ഇവിടെ സിങ്ക് സൾഫേറ്റ് ഉണ്ട്. ഞാൻ ഈ ബോക്സിനകത്ത് ഇവിടെ കയറി ഒരു 2 ഇടുകയാണ് അല്ലെ? അല്ലെങ്കിൽ എന്താണ്? ഇവിടെ ഈ എസിന്റെ താഴെ ഒരു 3 ഇടുകയാണ്. അപ്പൊ ഇതൊന്നും ചെയ്യാൻ ഉള്ള റൂൾ ഇല്ല കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ നമുക്ക് അബദ്ധം പറ്റാതിരിക്കാൻ, ചിലപ്പോൾ നമ്മൾ അതിനകത്തോട്ടൊക്കെ കയറി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്താനുള്ള ഒരു ടെൻഡൻസി വരും. അപ്പൊ അത് വരാതിരിക്കാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ബോക്സ് വരയ്ക്കും. ഓക്കെ, ആദ്യം നമ്മൾ ബോക്സ് വരച്ച് വെക്കും. അപ്പൊ ഇനി നമ്മൾ ചെയ്യുന്ന ചേഞ്ചസ് ഒക്കെ എവിടെ ആയിരിക്കണം? ബോക്സിന്റെ പുറത്തായിരിക്കണം. അതായത് ബോക്സിന് മുന്നേ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഞാനത് സെപ്പറേറ്റ് എഴുതാം. അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സ്പേസ് ഇട്ട് എഴുതാം, അല്ലെങ്കിൽ നമുക്കത് ബോക്സ് ഇടുമ്പം മനസ്സിലാവില്ല. ഓക്കെ, നമ്മളിപ്പോ എഴുതി സിങ്കും സൾഫ്യൂരിക് ആസിഡും കൂടെ ചേർന്നിട്ട് എന്തൊക്കെ ഉണ്ടായി? സിങ്ക് സൾഫേറ്റും പിന്നെ ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടായി അല്ലെ? സിങ്ക് സൾഫേറ്റും ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടായി. ഇങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ബോക്സ് വരയ്ക്കും അല്ലെ? ഇവിടെ എല്ലാ ഓരോ കോമ്പൗണ്ടിലും എന്ത് വരയ്ക്കും? ബോക്സ് വരയ്ക്കും. ഓക്കെ, ബോക്സ് വരയ്ക്കും. ഈ ബോക്സ് വരച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ഇതേപോലെ ഒരു ബോക്സ് ഇവിടെ കിടക്കുന്നത് കണ്ടോ? ഇത് കണ്ടോ? ഇതേപോലെ ഒരു ബോക്സ് നമ്മളൊരു ടേബിൾ, ബോക്സ് അല്ല, ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക. അത് ടേബിളായിട്ട് തന്നെ നിങ്ങൾ വരച്ച് സമയം കളയണമെന്നില്ല. നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇതേപോലെ ടേബിളൊക്കെ വരച്ച് പറയും. പിന്നെ നിങ്ങൾക്ക് ഈ ടേബിൾ ഒന്നും വരയ്ക്കാതെ തന്നെ നിങ്ങൾ അത് സ്പീഡപ്പ് ആക്കി വന്നോളൂ. അപ്പൊ ആദ്യം നമുക്ക് ബേസിക് ആയിട്ട് ഭയങ്കര സ്ലോ ആയിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിന്റെ ഒരു ഫൗണ്ടേഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് ബാലൻസിങ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ബോക്സ് വരയ്ക്കാം. ഈ ബോക്സ് വരയ്ക്കുന്നത് പുതിയ കാര്യമൊന്നുമില്ല. നമ്മൾ നേരത്തെ ഞാൻ എഴുതിയില്ലേ, LHS എന്നും RHS എന്നൊക്കെ പറഞ്ഞ് എഴുതിയില്ലേ? ആ സെയിം സാധനമാണ് ഇവര് ഒരു ടേബിളിനകത്ത് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താ ടേബിളിൽ എഴുതിയിരിക്കുന്ന? നോക്കിയേ, ടേബിളിൽ ആദ്യം എലമെന്റ് എഴുതിയിട്ടുണ്ട്. അതായത് ഈ റിയാക്ഷനിൽ പങ്കെടുത്തവരും ഉണ്ടായ പ്രോഡക്റ്റും, അതായത് ആ കെമിക്കൽ ഇക്വേഷനിൽ ആരൊക്കെ ഉണ്ടോ അവരെല്ലാം നമ്മൾ ലിസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മുടെ കെമിക്കൽ ഇക്വേഷനിൽ ആരൊക്കെയുണ്ട്? സിങ്ക് ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, സൾഫർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട് അല്ലെ? ഇത്രയും പേരാണ് നമ്മുടെ എലമെന്റ്സ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഇവരുടെ എണ്ണം എടുക്കണം അല്ലെ? ബാലൻസ്ഡ് ആണോ അല്ലയോ നോക്കുന്നത് എങ്ങനെയാണ്? LHSലെയും RHSലെയും നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ആണോ എന്ന് നോക്കണം അല്ലെ? അപ്പൊ നമ്പർ നോക്ക്. അപ്പൊ സിങ്ക് ആണെങ്കിൽ സിങ്ക് ഒന്നല്ലേ ഉള്ളൂ. LHSൽ നോക്ക്, ഒരു സിങ്കേ ഉള്ളൂ. അപ്പൊ നമ്മളത് ഇവിടെ 1 എഴുതി. ഓക്കെ, 1 എഴുതി. അതേപോലെ ഹൈഡ്രജൻ, LHSൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ നമ്മൾ ബോക്സിൽ LHS, എല്ലാം ഞാൻ LHS ആണേ പറയുന്നത്. അപ്പൊ LHSൽ 2 എന്ന് എഴുതി അല്ലെ? അതേപോലെ സൾഫർ കണ്ടോ? സൾഫർ ഒന്നല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ സൾഫർ 1 എഴുതി. ഓക്കെ, ഇനി എന്താണ്? ഇനി ലാസ്റ്റ് കിടക്കുന്നത് ഓക്സിജൻ ആണ്. ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? 4 ഉണ്ട്. അങ്ങനെ LHSലുള്ള എല്ലാവരെയും നമ്മൾ ലിസ്റ്റ് ചെയ്തു, നമ്പർ ഇട്ടു.
ഓക്കെ, ഇനി നമുക്ക് എന്തിലോട്ട് പോവാം? RHSലോട്ട് പോവാം. RHS നോക്കുമ്പോൾ അവിടെയും ഒരു സിങ്ക് ആണുള്ളത്. അപ്പൊ ഞാൻ സിങ്കിന് എന്തെന്ന് കൊടുത്തു? 1 എന്ന് കൊടുത്തു. അതേപോലെ അടുത്ത ആരാണ്? ഹൈഡ്രജൻ അല്ലേ? ഹൈഡ്രജൻ അടുത്ത് കിടക്കുന്നുണ്ട്. നമുക്ക് ഹൈഡ്രജൻ നോക്കാം. ഹൈഡ്രജൻ 2 എണ്ണം ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ 2 എന്ന് നമ്പർ ഇട്ടു. പിന്നെ എന്താണ്? സൾഫർ 1 ഉള്ളൂ. അപ്പൊ ഞാൻ 1 എന്ന് നമ്പർ ഇട്ടു. അടുത്ത എന്താണ്? ഓക്സിജൻ 4 എണ്ണം ഉണ്ട്. അപ്പൊ ഞാൻ 4 എന്ന് നമ്പർ ഇട്ടു. ഇത്രയും മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്തൊക്കെയാ ചെയ്തത്? നമുക്കൊരു വേർഡ് ഇക്വേഷൻ തന്നിരുന്നാൽ നമ്മൾ അതിനെ ആദ്യം എന്താക്കി മാറ്റും? ഒരു കെമിക്കൽ ഇക്വേഷൻ ആക്കി മാറ്റും. കെമിക്കൽ ഇക്വേഷൻ ആക്കി മാറ്റിയാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? ഈ ഓരോ കോമ്പൗണ്ടിലും നമ്മൾ ഇട്ടതുപോലെ ബോക്സ് ഇടും അല്ലെ? ബോക്സ് വരയ്ക്കും. എന്തിനാണ് അങ്ങനെ നമ്മൾ ബോക്സ് ഇടുന്നത്? ഈ ബോക്സിനകത്ത് നമുക്ക് ചേഞ്ചസ് ഒന്നും വരുത്താനുള്ള അവകാശം ഇല്ല. എന്തെങ്കിലും നമ്മൾ ചേഞ്ച് വരുത്തണമെങ്കിൽ അത് ബോക്സിന്റെ ഫ്രണ്ടിലായിരിക്കണം, ബോക്സിന്റെ പുറത്തായിരിക്കണം. ഓക്കെ, അപ്പൊ ബോക്സും വരച്ചു. ബോക്സും വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇനി അടുത്ത് ചെയ്യേണ്ടത് എന്താണ്? ഈ ടേബിൾ ഒന്ന് കൺസ്ട്രക്ട് ചെയ്യണം. ടേബിൾ ആക്കി വരച്ചില്ലെങ്കിലും നമ്മുടെ എലമെന്റ്സിനെ എല്ലാം ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ട് ഇപ്പുറത്തെ LHSലെ എണ്ണവും RHSലെ എണ്ണവും തമ്മിൽ ഇങ്ങനെ ഒന്ന് എഴുതി വെക്കണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ഇനി നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഇവരെ തമ്മിൽ കമ്പയർ ചെയ്യണം. ഈക്വൽ ആണോ അല്ലയോ എന്ന് നോക്കണം അല്ലെ? ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സിങ്ക് 2 1 ആണ് അല്ലെ? ഹൈഡ്രജൻ 2 2 ആണ്. സൾഫർ 2 1 ആണ്. ഓക്സിജൻ 2 4 ആണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? LHSൽ എടുത്ത ആറ്റംസിന്റെ എണ്ണം RHSലുള്ള ആറ്റംസിന്റെ എണ്ണത്തിനോട് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് മനസ്സിലായി? LHSഉം RHSഉം ഈക്വൽ ആണെന്ന് മനസ്സിലായി ഇല്ലേ? LHSഉം RHSഉം ഈക്വൽ ആണെന്ന് മനസ്സിലായി. അപ്പോ ഇതെന്താ മക്കളെ? ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. ഓൾറെഡി ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വന്നോ? ഇല്ല. നമുക്കൊന്നും, നമ്മൾ ഒരു ചേഞ്ചും വരുത്തിയില്ല അല്ലെ? അപ്പൊ ഓൾറെഡി ഈ വേർഡ് ഇക്വേഷൻ മാറ്റിയിട്ട് അതിനെ കെമിക്കൽ ഇക്വേഷൻ ആക്കിയപ്പോഴേ അത് ബാലൻസ്ഡ് ആണ്. ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ ഇനി എന്തെങ്കിലും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, ചില ഇക്വേഷൻസ് ബാലൻസ്, നമ്മൾ ചില ഇക്വേഷൻസ് വേർഡ് ഇക്വേഷനെ നമ്മൾ ഈ കെമിക്കലിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ തന്നെ അത് ബാലൻസ്ഡ് ആയിക്കോളും ചില കേസസിൽ. ഓക്കെ, അപ്പൊ അത് നമ്മളൊന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. ഇവിടെ ഇത് നമുക്ക് വേണമെങ്കിൽ നിസ്സാരമായിട്ട് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിന്റെ ഒന്നും ആവശ്യമില്ല, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് നോക്കിക്കേ. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ സിങ്ക് 1, ഇപ്പുറത്തും ഒരു സിങ്ക്. ഓക്കെ, സിങ്ക് ബാലൻസ്ഡ് ആണ്. ഇവിടെ 2 ഹൈഡ്രജൻ, ഇപ്പുറത്തും 2 ഹൈഡ്രജൻ. ഹൈഡ്രജൻ ബാലൻസ്ഡ് ആണ്. ഇവിടെ ഒരു സൾഫർ, ഇപ്പുറത്തും ഒരു സൾഫർ. സൾഫറും ബാലൻസ്ഡ് ആണ്. ഇവിടെ 4 ഓക്സിജൻ, ഇവിടെയും 4 ഓക്സിജൻ. ഓക്സിജനും ബാലൻസ്ഡ് ആണ് അല്ലെ? അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ നോക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾ ലാസ്റ്റിലോട്ടൊക്കെ ആവുമ്പോൾ നിങ്ങൾക്കും ഈ ഒരു എന്ത് കിട്ടും? ഈ ഒരു നിങ്ങളും ഇതിലോട്ട് എത്തും. ഓക്കെ, അതായത് കാണുമ്പോൾ തന്നെ ഇങ്ങനെ നോക്കി ബോക്സിന്റെ ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് നോക്കിയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ആധികാരികമായിട്ട് നമ്മൾ ബേസിക് അല്ലെ സ്റ്റെപ്പായിട്ട് പഠിച്ചാൽ നമ്മുടെ മനസ്സിലോട്ട് അതെന്ത് ചെയ്യും? അതങ്ങ് പതിയും. ഓക്കെ, അപ്പോ ഓൾറെഡി നമ്മുടെ ഈ ഇക്വേഷൻ ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഇക്വേഷൻ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, അടുത്ത ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ അല്ലയോ, അല്ലെങ്കിൽ അത് ബാലൻസ്ഡ് അല്ല എങ്കിൽ നമുക്ക് ബാലൻസ്ഡ് ആക്കാനൊക്കെ ഒന്ന് ശ്രമിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇക്വേഷൻ നോക്കിക്കേ. Fe + H2O. കണ്ടോ? ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഒരു കെമിക്കൽ ഇക്വേഷൻ ആണ്. വേർഡ് ഇക്വേഷൻ ആയിട്ടല്ല തന്നിരിക്കുന്നത് അല്ലെ? ഡയറക്റ്റ് ആയിട്ട് അവർ കെമിക്കൽ ഇക്വേഷൻ തന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അയൺ അല്ലെ? Fe എന്ന് പറഞ്ഞാൽ അയൺ അല്ലേ? അയണും വാട്ടറും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് Fe3O4, അതായത് അയണിന്റെ ഓക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്യുന്നു. ഓക്കെ, Fe + H2O gives Fe3O4 + H2. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഓരോരോ സ്റ്റെപ്പായിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഇതില് ഓരോ കോമ്പൗണ്ടിനും എന്ത് വരയ്ക്കണം? ബോക്സ് വരയ്ക്കണം. ഓക്കെ, അപ്പൊ ഞാൻ അയണിന് ബോക്സ് വരച്ചു അല്ലെ? വാട്ടറിന് ബോക്സ് വരച്ചു, അയൺ ഓക്സൈഡിന് ബോക്സ് വരച്ചു, ഹൈഡ്രജൻ H2നും ബോക്സ് വരച്ചു. ഇങ്ങനെ ബോക്സ് വരയ്ക്കണം അല്ലെ? ഇനി നമുക്ക് ഈ ബോക്സിനകത്ത് എന്തെങ്കിലും എഴുതാൻ പറ്റുമോ? ബോക്സിനകത്ത് എന്തെങ്കിലും എഴുതാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്തു, ബോക്സ് വരച്ചു. ഓക്കെ, അടുത്ത സെക്കൻഡ് സ്റ്റെപ്പാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതുപോലൊരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണം അല്ലെ? ടേബിൾ എഴുതുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? എലമെന്റ്സിനെ ലിസ്റ്റ് ചെയ്യും. നമുക്ക് ഏതൊക്കെ എലമെന്റ്സ് ഉണ്ട്? അയൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. 3 എണ്ണം അല്ലേ ഉള്ളൂ? കൂടുതലെങ്ങാനും ഉണ്ടോ? കൂടുതലൊന്നുമില്ല. അയൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പൊ 3 ആൾക്കാരെയും ഒന്ന് ലിസ്റ്റ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത്? LHSലെയും RHSലെയും നമ്പർ എടുക്കും അല്ലെ? അപ്പൊ നോക്ക്, LHSൽ നോക്കിക്കേ. അയൺ, LHSൽ എത്ര അയൺ ഉണ്ട്? ഒരു അയണേ ഉള്ളൂ. LHSൽ ഒരു അയണേ ഉള്ളൂ. നോക്കിയാൽ മനസ്സിലാവും അല്ലെ? ഒരു അയണേ ഉള്ളൂ. എന്നാൽ RHSലോട്ട് നോക്കുമ്പോഴത്തേക്കും അയൺ എത്രയായി?
3 ആയി. അങ്ങ് എഴുതുക. ഓക്കെ, 3 ആയി. ടെൻഷൻ ഒന്നും അടിക്കണ്ട. അയ്യോ 3 ആയി പോയല്ലോ എന്ന് കരുതി ടെൻഷൻ അടിക്കണ്ട. 3 ആയപ്പോഴേ നമുക്ക് ഇവിടുന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഇതെന്തായാലും ബാലൻസ്ഡ് ഇക്വേഷൻ അല്ല. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ ബാലൻസ്ഡ് ഇക്വേഷൻ അല്ല, അല്ലെ? ഇതെന്താണ്? ഒരു അൺബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. ടെൻഷൻ വേണ്ട, നമുക്ക് ഒന്നിച്ച് എന്ത് ചെയ്യാം, ഇതിനെ ബാലൻസ് ആക്കാം. ഓക്കെ, അടുത്ത് നോക്കിക്കേ. ഹൈഡ്രജനെ ലിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും LHSൽ 2 ഹൈഡ്രജൻ ഉണ്ട്, RHSൽ 2 ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, അപ്പൊ അവര് കുഴപ്പമില്ല, അല്ലെ? രണ്ടുപേരും 2 വീതം ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇനി ഓക്സിജനെ നോക്കുമ്പോഴത്തേക്കും LHSൽ 1 ഓക്സിജൻ ഉണ്ട്, RHSൽ എത്ര ഓക്സിജൻ ഉണ്ട്? 4 ഓക്സിജൻ ഉണ്ട്. ഓക്കെ ആണോ? ഇത്രയും ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്തു? നമ്മളെ തന്നിട്ടുള്ള കെമിക്കൽ, നിങ്ങൾ എന്റെ കൂടെ എഴുതണേ, കൂടെ ബാലൻസ് ചെയ്ത് പോണം കേട്ടോ. അപ്പോ നമ്മൾ എന്ത് ചെയ്തു? ആ തന്നിരിക്കുന്ന കെമിക്കൽ ഇക്വേഷനിൽ ഓരോ കോമ്പൗണ്ടിലും ബോക്സ് വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഇതേപോലെ ഒരു ടേബിൾ ഉണ്ടാക്കി. എലമെന്റ്സ് LHS RHS, അല്ലെ? എലമെന്റ്സ് എഴുതി, LHSൽ എണ്ണം എഴുതി, RHSൽ എണ്ണം എഴുതി. ഇത്രയും ചെയ്യാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. ഓക്കെ, അത് നമുക്ക് അടുത്ത നെക്സ്റ്റിലോട്ട് പോവാം. നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഇത്രയും ആൾക്കാരിൽ മൊത്തം 4 ആൾക്കാരുണ്ട്, 2 റിയാക്റ്റന്റും 2 പ്രോഡക്റ്റും. ഇതില് നോക്കുമ്പോൾ ഏതാണ് ഏറ്റവും കൂടുതൽ ആറ്റംസ് ഉള്ളത് എന്ന് നോക്കാം. ഓക്കെ, നമ്പർ ഓഫ് ആറ്റംസ് കൂടുതലുള്ള കോമ്പൗണ്ട് എവിടെയാണ്? അത് ചിലപ്പോൾ അത് റിയാക്റ്റന്റ് സൈഡിലായിരിക്കും കിടക്കുന്നത്, ചിലപ്പോൾ അത് പ്രോഡക്റ്റ് സൈഡിലായിരിക്കും കിടക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് ആരാണ് ഏറ്റവും കൂടുതൽ ആറ്റംസ് ഉള്ളത്? നമ്മുടെ ഈ സാധനമല്ലേ? നോക്ക്, 3 അയണും 4 ഓക്സിജനും ഉണ്ട്. മൊത്തം 7 പേരാണ് അവിടെ ഉള്ളത്, അല്ലെ? മൊത്തം 7 പേര് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അപ്പൊ ഇവിടേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരാളെ ഉള്ളൂ, ഇവിടെ രണ്ട് ഹൈഡ്രജനും 1 ഓക്സിജനും ചേർന്ന് മൊത്തം 3 ആറ്റംസ് ആണുള്ളത്. ഇവിടെ 2 ആറ്റംസ് ആണുള്ളത്, അല്ലെ? അപ്പൊ തമ്മിൽ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ കാണുന്നത് Fe3O4 ആണ്. ഓക്കെ ആണോ? Fe3O4 ആണ്. അപ്പൊ ഞാൻ ഇതെല്ലാം ഒന്ന് എറേസ് ചെയ്ത്, എല്ലാം നിങ്ങൾക്ക് അല്ലെങ്കിൽ കൺഫ്യൂഷൻ അടിക്കും. നമുക്ക് ഒന്നുകൂടെ അപ്പൊ എല്ലാം ഒന്ന് എറേസ് ചെയ്തിട്ട് നീറ്റായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നോക്കിയേ. അപ്പൊ നമ്മൾ ഇത്രയും സ്റ്റെപ്സ് ചെയ്തു, അല്ലെ? ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ടേബിൾ വരച്ച് റെപ്രസെന്റ് ചെയ്തു. മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത് ആരെയാണ്? ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ആറ്റംസ് ഉള്ള ഒരാളെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചു. അതാരാണ്? Fe3O4 ആണ്, അല്ലെ? ഇനി അതിൽ തന്നെ ആർക്കാണ് എണ്ണം കൂടുതലെന്ന് നോക്കണം. ഈ Fe3O4 എന്ന് പറയുമ്പോൾ അവിടെ അയണുമുണ്ട്, ആരുമുണ്ട്? ഓക്സിജനുമുണ്ട്. അവരിൽ ആരാണ് എണ്ണം കൂടുതൽ? 3 അയണും 4 ഓക്സിജനുമാണ് ഉള്ളത്, അല്ലെ? 3 അയണും 4 ഓക്സിജനുമാണ് ഉള്ളത്. അപ്പൊ അതിൽ എണ്ണം കൂടുതൽ ആരാണ്? ഓക്സിജൻ. ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ കൺവീനിയന്റ് കേട്ടോ. ആദ്യം ഏറ്റവും മാക്സിമം ഉള്ള ആളെ നമ്മൾ ആദ്യം അയാളെ ബാലൻസ് ചെയ്ത് തുടങ്ങുന്നതാണ് കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിട്ടുള്ള മെത്തേഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു ആരാണ് ഏറ്റവും കൂടുതൽ? ഓക്സിജൻ. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഓക്സിജൻ ആണെന്ന് മനസ്സിലായി. ഇനി നമുക്കപ്പോ ആദ്യം ആരെ ബാലൻസ് ചെയ്യാം? ഓക്സിജനെ ബാലൻസ് ചെയ്യാം. ഓക്കെ, ഓക്സിജനെ ബാലൻസ് ചെയ്യാം. അപ്പൊ ഞാൻ ആ ഇക്വേഷൻ ഞാൻ ഒന്നും കൂടെ ഇങ്ങോട്ടേക്ക് എഴുതുകയാണ്. കുറച്ച് സ്പേസ് ഒക്കെ വിട്ട് എഴുതിയാലേ നമുക്ക് ഇതിന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ വാട്ടർ ഉണ്ട്, ഇവിടെ ആരുണ്ട്? Fe3O4 ഉണ്ട്, പിന്നെ ഹൈഡ്രജനും ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഇപ്പം കിടക്കുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് മനസ്സിലായി ഓക്സിജനെയാണ് നമ്മൾ ആദ്യം ബാലൻസ് ചെയ്യാൻ പോകുന്നത്, അല്ലെ? ഓക്സിജനെയാണ് ബാലൻസ് ചെയ്യാൻ പോകുന്നത്. ഒപ്പം നമ്മൾ ഇതിങ്ങനെ എഴുതുമ്പോൾ ഉറപ്പായിട്ടും ബോക്സ് ഇടാൻ മറക്കരുത്, ബോക്സ് ഇടാൻ മറക്കരുത് കേട്ടോ, ബോക്സ് ഇടാൻ മറക്കരുത്. ഓക്കെ, ഓക്സിജൻ ഇനി നോക്കിക്കേ. ഇനി നമ്മൾ നോക്കാം, നമുക്ക് ടേബിളിൽ തന്നെ മനസ്സിലായി ഓക്സിജൻ LHSൽ 1ഉം RHSൽ 4ഉം ആണുള്ളത്. ഓക്കെ, അപ്പൊ ഓക്സിജൻ LHSൽ 1ഉം RHSൽ 4ഉം ആണുള്ളത്. ഇത് ബാലൻസ് അല്ല നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, അല്ലെ? LHSൽ 1 ഓക്സിജനേ ഉള്ളൂ, RHSൽ 4 ഓക്സിജൻ ഉണ്ട്. അപ്പൊ ഇവരെ നമുക്ക് എന്താക്കണം? ആദ്യം സെയിം ആക്കണം, അല്ലെ? അപ്പൊ ഈ 1 ഓക്സിജനെ 4 ഓക്സിജൻ ആക്കിക്കൂടെ? 1നെ 4 ആക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? 1നെ 4 ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ 1നെ 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം, അല്ലെ? 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. 1നെ 4 ആക്കാൻ നമ്മൾ എന്ത് ചെയ്യും? അതായത് LHSലാണ് 1 ഉള്ളത്, അല്ലെ? അവിടെ നമ്മൾ എന്ത് ചെയ്തു? 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു. ഓക്കെ, അപ്പൊ 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോണേ. ഇനി നമ്മുടെ LHSൽ ഇപ്പോ ഓക്സിജൻ കിടക്കുന്നത് ഏതിലാണ്? നമ്മുടെ LHSൽ ഓക്സിജൻ കിടക്കുന്നത് വാട്ടറിന്റെ കൂടെയാണ് ഓക്സിജൻ ഉള്ളത്, അല്ലെ? അപ്പൊ നമ്മൾ 4 മൾട്ടിപ്പിൾ ചെയ്യേണ്ടത് വാട്ടറിന്റെ ഫ്രണ്ടിലായിരിക്കണം 4 ഇടേണ്ടത്. ഓക്കെ, നമ്മൾ ബോക്സ് വരച്ചതിന്റെ അർത്ഥം ഒരിക്കലും നമുക്കത് ഇവിടെ ഇങ്ങനെ ഒരു 4 ഇട്ട് കൊടുക്കാനുള്ള റൂൾ ഇല്ല,
എന്നുള്ളത് മനസ്സിലാക്കാനാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും ഇവിടെ ഓക്സിജൻ 4 അല്ലേ, അപ്പൊ ദാ ഇവിടത്തെ ഈ ഓക്സിജന് നമുക്കൊരു 4 ഇട്ട് കൊടുത്താൽ ശരിയാകുമല്ലോ എന്ന് വിചാരിക്കും. എന്നാൽ നമുക്ക് അങ്ങനെ ഇടാനുള്ള റൈറ്റ് ഉണ്ടോ? ഇല്ല. അത് അങ്ങനെ ഒരു റൈറ്റ് ഇല്ല എന്ന് കാണിക്കാനാണ് ഞാൻ എന്ത് എഴുതിയത്, ബോക്സ് ഇട്ടത് അല്ലേ. അങ്ങനെ ഒരു റൈറ്റ് ഒന്നും നമുക്കില്ല. അപ്പൊ അത് മനസ്സിലാക്കാനാണ് നമ്മൾ ആദ്യമേ ബോക്സ് ഇട്ട് വെച്ചത്. ബോക്സിന്റെ പുറത്തേ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്താനായിട്ട് പറ്റുള്ളൂ. ഓക്കെ അല്ലേ. അപ്പൊ നമ്മൾ 4 ഇട്ട് കൊടുത്തു. അപ്പൊ ഇനി നോക്കിക്കേ, LHS നോക്കാം. LHS നോക്കുമ്പോഴത്തേക്കും ഇനി ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഇവിടെ മൊത്തം എത്ര ഹൈഡ്രജൻ ഉണ്ട്? 8 ഹൈഡ്രജൻ ഉണ്ട്. 4 × 2 8 ഹൈഡ്രജൻ ഉണ്ട്. എന്നാൽ ഇവിടെ ആകെ എത്ര ഹൈഡ്രജനേ ഉള്ളൂ? 2 ഹൈഡ്രജനേ ഉള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ നമ്മളിപ്പോ 4 ഇട്ട് കൊടുത്തു. 4 ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും അവിടെ മൊത്തത്തിൽ എത്ര ഹൈഡ്രജനായി? 8 ഹൈഡ്രജനായി. അപ്പൊ നമ്മൾ RHS നോക്കിയപ്പോഴത്തേക്കും അവിടെ എത്ര ഹൈഡ്രജനേ ഉള്ളൂ? 2 ഹൈഡ്രജനേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇനി അടുത്ത് ആ ഹൈഡ്രജനെ ഒന്ന് ബാലൻസ് ചെയ്യണം. വ്യക്തമാവുന്നുണ്ടോ? ആദ്യം നമ്മൾ ഏറ്റവും കൂടുതൽ എണ്ണം ഉള്ള ആളെ കണ്ടുപിടിച്ചപ്പോൾ അത് ഓക്സിജൻ ആണെന്ന് മനസ്സിലായി. നമ്മൾ ഓക്സിജനെ ബാലൻസ് ചെയ്തു. ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഫ്രണ്ടിലാണ് 4 ഇട്ട് കൊടുത്തത് അല്ലെ. ഇനി നമ്മൾ അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആരെ നോക്കി? ഇനി നമുക്ക് ആരെ വേണോ നോക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലുള്ള ആരെ വേണോ നമുക്ക് എടുത്ത് ബാലൻസ് ആണോ, ഇവിടെ എത്ര എണ്ണം ഉണ്ട്, അപ്പുറത്ത് എത്ര എണ്ണം ഉണ്ടോ നോക്കാം. ഞാൻ ആദ്യം ഹൈഡ്രജൻ ആണ് നോക്കിയത്. ഓക്കെ, ഹൈഡ്രജൻ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ രണ്ടും കൂടെ ഇൻറ്റു ചെയ്ത് 4 × 2 മൊത്തം 8 എണ്ണം LHSലുണ്ട്. എന്നാൽ RHSൽ എത്ര എണ്ണേ ഉള്ളൂ? 2 എണ്ണേ ഉള്ളൂ അല്ലെ. 2 എണ്ണേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആ 2നെയും കൂടെ എന്താക്കണം? 8 ആക്കണം അല്ലെ. 2നെയും കൂടെ 8 ആക്കണം. 2നെ 8 ആക്കാൻ നമുക്ക് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 2നെ 8 ആക്കാൻ നമുക്ക് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 4 അല്ലെ. 4. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ദേ ഇതിന്റെ ഫ്രണ്ടിലും ഞാൻ 4 ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്തത് ഇത്രയും മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് അത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, കണ്ടോ. അപ്പൊ നമ്മൾ അതിന് എന്ത് ചെയ്തു? ഫ്രണ്ടിൽ 4 ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി എല്ലാം ഒന്ന് ഞാൻ വരച്ചു തരാം. ഇവിടെ ആരാ ഉള്ളത്? H2. ഓക്കെ, ഇനി ഒന്ന് നോക്കിക്കേ, LHSലെ RHSലെ ഹൈഡ്രജൻ ബാലൻസ് ആയോ എന്നുള്ളത്. LHSൽ 4 ഹൈഡ്രജൻ, 4 × 2 8 ഹൈഡ്രജൻ. RHSലും 4 × 2 8 ഹൈഡ്രജൻ. അവര് ബാലൻസ്ഡ് ആയി അല്ലെ. അവർ രണ്ടുപേരും ബാലൻസ്ഡ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എഴുതാം, നമുക്ക് സ്വന്തമായിട്ടൊരു ബോക്സ് ഉണ്ടാക്കാം. LHS RHS നമ്മളിപ്പോ ആരെയൊക്കെയാണ് ബാലൻസ് ചെയ്തത്? ഹൈഡ്രജൻ നോക്കുമ്പോഴത്തേക്കും ഇവിടെ 8 ഇവിടെ 8 അവരൊക്കെയാണ് അല്ലെ. ഇനി അടുത്ത് ഓക്സിജൻ നോക്കുമ്പോഴേക്കും എവിടെ ഓക്സിജൻ എഴുതാം. ഓക്സിജൻ നോക്കുമ്പോഴത്തേക്കും ഇവിടെ 4, അതായത് LHSൽ 4 RHSലും 4. അപ്പൊ അവരുടെ കാര്യവും സെറ്റായി. ഇനി നമുക്ക് ആരെ നോക്കാം? ഇനി ആരും കൂടെ ഉള്ളൂ? അയണും കൂടെയാണ് ഉള്ളത് അല്ലെ. അയണും കൂടെയാണ് ഉള്ളത്, Feയും കൂടെയാണ് ഉള്ളത്. അവരെ ഒന്ന് നോക്കാം. നോക്കിക്കേ, LHS നോക്കുമ്പോഴത്തേക്കും നമ്മളെ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. LHSൽ ഒരു അയണേ ഉള്ളൂ, RHSൽ 3 അയണുണ്ട് അല്ലെ. LHSൽ 1 ഉള്ളൂ, RHSൽ 3 ഉണ്ട്. 1നെ 3 ആക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? × 3 ചെയ്താൽ മതി അല്ലെ. കുറവുള്ളിടത്ത് × 3 ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? LHSൽ 3 കൊണ്ട് ഇൻറ്റു ചെയ്തു. ബോക്സിന്റെ പുറത്ത് കണ്ടോ, എപ്പോഴും നമ്മൾ ബോക്സിന്റെ പുറത്ത് മാത്രമേ ഇടുന്നുള്ളൂ അല്ലെ. ഇവിടെ 3 ഇടാനുള്ള റൂൾ ഉണ്ടോ നമുക്ക്? ഇവിടെ 3 ഇടാനുള്ള റൂള് നമുക്ക് ഇല്ല. ഓക്കെ, അപ്പൊ ഫ്രണ്ടില് 3 ഇട്ട് കൊടുത്തു അല്ലെ. ഇനി നമ്മൾ എഴുതിയ LHSഉം RHSഉം നോക്കാം അല്ലെ. നോക്കിയേ, അയൺ LHSൽ ഇപ്പൊ എഴുതി നോക്ക്. LHSൽ എത്ര അയൺ ഉണ്ട്? 3 അയൺ ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ 3 എന്ന് എഴുതി. RHSൽ എത്ര അയൺ ഉണ്ട്? 3 അയൺ ഉണ്ട്. അവിടെ 3 എന്ന് എഴുതി നോക്ക്. എല്ലാവരും ബാലൻസ് ആയില്ലേ? എല്ലാവരും ബാലൻസ്ഡ് ആയില്ലേ? ഓക്കെ, എല്ലാവരും ബാലൻസ്ഡ് ആയി അല്ലെ. അപ്പോൾ ഞാൻ ഈ ഇക്വേഷൻ കുറച്ചുകൂടെ വൃത്തിക്ക് നമുക്ക് ഇതെല്ലാം ഒന്ന് റബ്ബ് ചെയ്തിട്ട് നമ്മൾ ഈ ഇക്വേഷനെ നമുക്കൊന്ന് വൃത്തിക്ക് എഴുതാം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്തു? നമ്മൾ അല്ലെ ഉള്ള സാധനങ്ങളൊക്കെ ഞാൻ ആദ്യം എഴുതുകയാണ്. Fe ഉണ്ട് അല്ലെ, പ്ലസ് H2O ഉണ്ട് അല്ലെ, ഗീവ്സ് അല്ലെ. ഇനി ആരുണ്ട്? Fe3O4 ഉണ്ട് പ്ലസ് ഹൈഡ്രജൻ അല്ലെ. ഇട്ട് കൊടുത്തേക്ക് ഓർമ്മ വരുന്നുണ്ടോ? ഇവിടെ നമ്മൾ ഒരു 4 ഇട്ട് കൊടുത്തു അല്ലെ. ഇവിടെ 4 ഇട്ട് കൊടുത്തു. ഇവിടെയും നമ്മൾ 4 ഇട്ട് കൊടുത്തു അല്ലെ. ഇവിടെ 3 ഇട്ട് കൊടുത്തു. ഇനി നോക്കിയേ, ഇപ്പൊ നമുക്ക് ഫൈനൽ ആയിട്ട് കിട്ടിയിട്ടുള്ള സാധനം ഇതാണ് അല്ലെ. ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. LHSൽ നമ്മൾ ഇപ്പൊ ഞാൻ ഇപ്പൊ എഴുതിയിരിക്കുന്ന ഈ ഇക്വേഷനിൽ LHSൽ എത്ര? 3 അയൺ, ഇവിടെയും 3 അയൺ, അവരൊക്കെയാണ്. ഹൈഡ്രജൻ 8 ഹൈഡ്രജൻ, ഇവിടെയും 8 ഹൈഡ്രജൻ, അവരും ഓക്കെയാണ് അല്ലെ. 4 ഓക്സിജൻ, ഇവിടെയും 4 ഓക്സിജൻ, അവരും ഓക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ മുകളിൽ എഴുതിയിരിക്കുന്ന ഇക്വേഷന്റെ, അൺബാലൻസ്ഡ് ഇക്വേഷന്റെ ബാലൻസ്ഡ് ഫോം ഇങ്ങനെയാണ്. ക്ലിയർ ആണോ? അവിടെ എഴുതിയിരിക്കുന്ന അൺബാലൻസ്ഡിനെ നമ്മൾ എന്താക്കി മാറ്റി? ബാലൻസ്ഡ് ആക്കി മാറ്റി അല്ലെ. ഇതിൽ നമുക്കപ്പോ എന്താണ് കറക്റ്റ് ഇക്വേഷൻ? ഇവിടെ നമുക്ക് കറക്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു വരേണ്ടിയിരുന്നത്? ഇവിടെ ഒരു 3 വരണമായിരുന്നു
അല്ലെ? ഇവിടെ ഒരു 4 വരണമായിരുന്നു, ഇവിടെയും ഒരു 4 വന്നിരുന്നുവെങ്കിൽ, ഇങ്ങനെ ഇട്ടിരുന്നുവെങ്കിൽ ഇത് ബാലൻസ്ഡ് ആകുമായിരുന്നു അല്ലെ? അപ്പൊ ഒരു അൺബാലൻസ്ഡ് ഇക്വേഷനെ നമ്മൾ ബാലൻസ്ഡ് ആക്കി. ക്ലിയർ ആണോ? മനസ്സിലായോ? എന്റെ കൂടെയാണോ നിങ്ങൾ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ ഒന്നുകൂടെ സ്റ്റെപ്സ് മാത്രം ഒന്നുകൂടെ പറയാം. നമ്മൾ ആദ്യം ചെയ്തത്, തന്നിരിക്കുന്നത് ഒരു വേർഡ് ഇക്വേഷൻ ആണെങ്കിൽ വേർഡ് ഇക്വേഷനെ നമ്മൾ ആദ്യം എന്താക്കി മാറ്റും? ഒരു കെമിക്കൽ ഇക്വേഷൻ ആക്കി മാറ്റും അല്ലെ? സിമ്പിൾസ് എല്ലാം കൊടുത്തിട്ട് ഒരു കെമിക്കൽ ഇക്വേഷൻ ആക്കി മാറ്റും. അങ്ങനെ മാറ്റി കഴിഞ്ഞിട്ട് രണ്ടാമത് ചെയ്യുന്ന സ്റ്റെപ്പ് എന്താണ്? ഈ കോമ്പൗണ്ടുകൾക്കെല്ലാം ഒരു ബോക്സ് വരയ്ക്കും അല്ലെ? ബോക്സ് വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വേണ്ട ഒരു കൺസെപ്റ്റ് എന്താണ്? ബോക്സിനകത്ത് നമുക്ക് നോ ചേഞ്ച് അല്ലെ, ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. ബോക്സിനകത്ത് നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റില്ല എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ? ഇനി നമ്മൾ പിന്നെ മൂന്നാമത് ചെയ്ത സ്റ്റെപ്പ് എന്താണ്? ഇതിനെ നമ്മളൊരു ടേബിൾ ആക്കി അല്ലെ? ഉള്ള എലമെന്റ്സ് എല്ലാം ലിസ്റ്റ് ചെയ്തു, LHS-ഉം RHS എന്നും പറഞ്ഞ് ടേബിൾ ആക്കിയിട്ട് ഉള്ള സാധനങ്ങളുടെ എണ്ണം എടുത്ത് എഴുതി അല്ലെ? LHS-ൽ എത്രയുണ്ട്, RHS-ൽ എത്രയുണ്ട് എന്നുള്ളത് എണ്ണം എഴുതി അല്ലെ? അങ്ങനെ എണ്ണം എഴുതിയിട്ട് നമ്മൾ എന്ത് നോക്കി? ഇവരിൽ ആരൊക്കെയാണ് ഈക്വൽ ആയിട്ട് വരുന്നത് അല്ലെ? ചിലപ്പോ ആരും ഈക്വൽ ആയിട്ട് വരില്ല, ചിലപ്പോൾ 1-2 ആൾക്കാർ ഈക്വൽ ആയിട്ട് വരാം അല്ലെ? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവും ഇതിലുള്ള ആൾക്കാരല്ല ഇതിലുള്ളത്, അല്ലെങ്കിൽ എണ്ണം സെയിം അല്ല. എണ്ണം സെയിം അല്ല എങ്കിൽ അതെന്താണ്? അൺബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. ഇനി LHS-ലും RHS-ലും സെയിം എണ്ണമാണ് ഉള്ളതെങ്കിൽ അത് ഓൾറെഡി ബാലൻസ്ഡ് ആണ്. പിന്നെ നമ്മൾ അതിൽ നോ ചേഞ്ച്, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത് എന്തായിരുന്നു? ഒരു അൺബാലൻസ്ഡ് ഇക്വേഷൻ ആയിരുന്നു അല്ലെ? LHS-ലുള്ള എണ്ണമല്ല RHS-ൽ കിട്ടിയത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായി? ഇതിനെ ബാലൻസ് ചെയ്യണമെന്ന് മനസ്സിലായി അല്ലെ? അപ്പൊ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഏറ്റവും കൂടുതൽ എണ്ണം ആറ്റംസ് ഉള്ള ഒരു കോമ്പൗണ്ട് ഇതിൽ ആരാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അത് ചിലപ്പോ റിയാക്റ്റിന്റെ സൈഡിലായിരിക്കാം, ചിലപ്പോ അത് പ്രോഡക്റ്റിന്റെ സൈഡിലായിരിക്കാം കിടക്കുന്നത് അല്ലെ? അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ എണ്ണം ഉള്ള ആളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ആളാണ് ഇവിടത്തെ Fe3O4. അങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കുള്ളിൽ ഇനി ആർക്കാണ് എണ്ണം കൂടുതലെന്ന് നോക്കണം അല്ലെ? ഇവിടെ നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് Fe3-യും ഓക്സിജന് 4-ഉം ആണ് വന്നത് അല്ലെ? അപ്പൊ മനസ്സിലായി അതിൽ കൂടുതൽ ആരാണ്? 4. അപ്പോൾ നമ്മൾ ഇനിയാണ് ബാലൻസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതെന്നായിരിക്കണം? ഓക്സിജനിൽ നിന്നും തുടങ്ങണം. ഓക്സിജനിൽ നിന്നും നമ്മൾ ബാലൻസ് ചെയ്ത് തുടങ്ങണം അല്ലെ? അപ്പൊ നമ്മൾ നോക്കും, വീണ്ടും നമ്മൾ എഴുതിയ ടേബിളിലോട്ട് വരും, തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കും, ഓക്സിജൻ നോക്കും അല്ലെ? ഇവിടെ ആണെങ്കിൽ LHS-ൽ എണ്ണം നോക്കി, RHS-ൽ എണ്ണം നോക്കി, ഇവിടെ നോക്കിയപ്പോഴത്തേക്ക് അവർ ഈക്വൽ അല്ല എന്നുള്ളത് മനസ്സിലായി. അപ്പൊ ഈക്വൽ ആവാനായിട്ട് നമ്മൾ ഒരു നമ്പർ കൊണ്ട് എന്ത് ചെയ്യും? ഇൻഡു ചെയ്യും അല്ലെ? അപ്പം ഇവിടെ ഓക്സിജൻ LHS-ൽ 1 ആയിരുന്നു, RHS-ൽ 4 ആയിരുന്നു. ഈക്വൽ ആക്കാൻ ഞാൻ ഒരു 4 കൊണ്ട് ഇൻഡു ചെയ്തു അല്ലെ? ആ 4 കൊടുക്കേണ്ടത് എവിടെയാണ്? LHS-ലല്ലേ കുറവ്, RHS-ൽ കൂടുതലാണ് അല്ലെ? LHS-ലാണ് കുറവ് എവിടെയാണോ അവിടെയാണ് നമ്മൾ ഇൻഡു ചെയ്ത് കൊടുക്കേണ്ടത്. ഇൻഡു ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ബോക്സിന്റെ അകത്തൊന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല. ആ ഓക്സിജൻ കിടക്കുന്ന കോമ്പൗണ്ട് എവിടെയാണോ, നമ്മുടെ കോമ്പൗണ്ട് ഓക്സിജൻ കിടക്കുന്ന കോമ്പൗണ്ട് വാട്ടർ ആണ്, അപ്പൊ അതിന്റെ മുന്നേ ഇട്ട് കൊടുക്കണം. ഓക്കെ, ആ 4 എന്നുള്ള നമ്പർ ഞാൻ അതിന്റെ മുന്നേ ഇട്ട് കൊടുത്തു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഏത് വേണോ, ഇനി എല്ലാം നമുക്ക് നോക്കാം. ഇനി അടുത്ത് വേണമെങ്കിൽ ഹൈഡ്രജൻ ബാലൻസ്ഡ് ആണോ നോക്കാം, അല്ലെങ്കിൽ ആദ്യം അയൺ നോക്കാം. ഇനി ഏത് വേണോ നോക്കാം. ഇനി ഇങ്ങനെ ഓർഡർ മാറിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് നോക്കി? പിന്നീട് ഹൈഡ്രജൻ ബാലൻസ്ഡ് ആണോ നോക്കി. അപ്പോഴത്തേക്ക് ഹൈഡ്രജൻ ഇവിടെ 8-ഉം അവിടെ 2 അല്ലെ? അവിടെ 2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെയായിരുന്നു കിടന്നത് അല്ലെ? ഹൈഡ്രജൻ 8-ഉം 2 മാത്രമാണ് കിടന്നിരുന്നത് അല്ലെ? അപ്പം എവിടെയാണ് ഇപ്പൊ കുറവ്? RHS-ലാണ് കുറവ് അല്ലെ? LHS-ൽ 8-ഉം RHS-ൽ 2-വേ ഉള്ളൂ. അപ്പൊ കുറവുള്ളിടത്ത് ഞാൻ 8 ആക്കി, കുറവുള്ളിടത്ത് 8 ആക്കി അല്ലെ? നിങ്ങൾ ആക്കിയല്ലോ, കുറവുള്ളിടത്ത് 8 ആക്കി. ഇനി നമുക്കിനി അപ്പൊ നമ്മൾ ആരെയൊക്കെ ബാലൻസ്ഡ് ആക്കി? ഓക്സിജനെ ബാലൻസ്ഡ് ആക്കി. പിന്നെ ആരെ ബാലൻസ്ഡ് ആക്കി? ഹൈഡ്രജനെ ബാലൻസ്ഡ് ആക്കി. ഇനി ഒരാളും കൂടെയാണുള്ളത്, അയൺ. അപ്പൊ അയൺ നോക്കുമ്പോഴത്തേക്കും LHS-ൽ 1 ഉള്ളൂ. കണ്ടോ, LHS ഇങ്ങനെയാണ് കിടന്നത്. LHS-ൽ 1 ഉള്ളൂ. RHS-ൽ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അപ്പൊ 1-നെ 3 ആക്കാൻ ഞാൻ കുറവുള്ളിടത്ത് 3 ഇട്ട് കൊടുത്തു. ബാലൻസ്ഡ് ഇക്വേഷൻ ആയി. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിളും കൂടെ നോക്കാം. ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് പരിചയപ്പെടാം. ഒന്നും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നാണ് അതിനർത്ഥം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അതായത് ആരൊക്കെ തമ്മിലാണ് റിയാക്ട് ചെയ്യുന്നത്? നിങ്ങളോട് പറയാണ്, ഹൈഡ്രജനും ക്ലോറിനും ചേർന്ന് HCl ഉണ്ടാവുന്നു, ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാവുന്നു. ചിലപ്പോൾ അത് വേർഡ് ഇക്വേഷനിലായിരിക്കും തരുന്നത്. എങ്ങനെ? ഹൈഡ്രജൻ ഇങ്ങനെ സ്പെല്ലിംഗിൽ തരും അല്ലെ? ഹൈഡ്രജൻ പ്ലസ് ക്ലോറിൻ ഗീവ്സ് ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് ചിലപ്പോൾ തരും അല്ലെ?
അപ്പോൾ ഇത് നമുക്ക് നോക്കാം ബാലൻസ്ഡ് ആണോ നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനെ ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് ഇതിനെല്ലാത്തിനും എന്ത് ചെയ്യുന്നു, ഇതിനെല്ലാത്തിനും ഇതേപോലെ ബോക്സ് വരയ്ക്കുന്നു. ബോക്സ് വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, LHSഉം RHSഉം എഴുതുന്നു. ഇവിടെ നമ്മൾ എലമെന്റ് എഴുതുന്നു, ആരൊക്കെയാണ് ഉള്ളതെന്നുള്ള എലമെന്റും എഴുതുന്നു. എലമെന്റ് LHS RHS അല്ലെ. നമുക്ക് ലിസ്റ്റ് ചെയ്യാം. എലമെന്റ് ആരൊക്കെയുണ്ട്? ഹൈഡ്രജനും ഉണ്ട്, ക്ലോറിനും ഉണ്ട്, 2 ആൾക്കാരേ ഉള്ളൂ അല്ലെ. ഇനി നമുക്ക് എണ്ണം നോക്കാം അല്ലെ. LHSൽ ഹൈഡ്രജൻ 2 ആണ്, RHSൽ 1 ആണ് അല്ലെ. അതേപോലെ ക്ലോറിൻ LHSൽ 2 ആണ്, RHSൽ 1 ആണ്. ബാലൻസ്ഡ് ആണോ? അല്ല. ബാലൻസ്ഡ് അല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഇവരെ എന്താക്കണം, ബാലൻസ്ഡ് ആക്കണം അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒന്നിനെ RHSലുള്ള 1നെ 2 ആക്കാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിനെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, RHSലാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്, അതായത് RHSലാണ് ചേഞ്ച് വരുന്നത് അല്ലെ. അപ്പൊ നമുക്കിനി ബോക്സിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റൂല. ഞാൻ എന്ത് ചെയ്തു, ബോക്സിന്റെ പുറത്ത് ഒരു 2 ഇട്ട് കൊടുത്തു അല്ലെ. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് നമ്മുടെ ഇക്വേഷൻ. ഇനി നമ്മുടെ ഇക്വേഷൻ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെയും 2 ഹൈഡ്രജൻ, ഇവിടെ 2 ക്ലോറിൻ, ഇവിടെയും 2 ക്ലോറിൻ. ഞാൻ പറഞ്ഞില്ലേ, ഈ ഫ്രണ്ടിൽ ഇടുന്ന കോഎഫിഷ്യന്റ് ഇവർക്ക് 2 പേർക്കും അവകാശപ്പെട്ടതാണ്, ഹൈഡ്രജനും ക്ലോറിനും അവകാശപ്പെട്ടതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, LHSഉം RHSഉം നമ്മളിപ്പോ കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ ഹൈഡ്രജനും ക്ലോറിനും എടുത്തു അല്ലെ. LHSൽ 2, RHSൽ 2 അല്ലെ. ക്ലോറിനും അതുപോലെ LHSൽ 2, RHSൽ 2, ബാലൻസ്ഡ് ആയി. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി കൂടുതൽ എക്സാമ്പിൾസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് നിങ്ങൾ ബാലൻസ് ചെയ്ത് നോക്കുക. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. ഇതേ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ നമുക്ക് ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, ബാലൻസ് ചെയ്യാൻ പറ്റും. ചെയ്ത് നോക്കുമല്ലോ അല്ലെ. അപ്പൊ നമുക്കിനി നമ്മൾ ഇതേപോലെ ബാലൻസ് ചെയ്ത ഈ ഒരു മെത്തേഡിനെ നമ്മൾ വിളിക്കുന്നത് ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ് എന്നാണ്. എന്ത് മെത്തേഡാണ്? ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ്. അതായത് ഇതിനെങ്ങനെ വിളിക്കാൻ കാര്യം, നമ്മൾ ഓരോ നമ്പർ ഇങ്ങനെ ഇട്ടുകൊടുത്ത് നമ്മൾ നോക്കില്ലേ, ട്രയൽ ചെയ്ത് നമ്മൾ നോക്കി 2 ഇട്ട് കൊടുക്കാം, 1 ഇട്ട് കൊടുക്കാം, അങ്ങനെ നമ്മൾ ഓരോ മൾട്ടിപ്ലൈ ചെയ്ത് അല്ലെ, ഓരോ നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി നമ്മൾ അതിനെ ബാലൻസ് ആക്കിയതാണ്. അതുകൊണ്ട് ഈ മെത്തേഡിനെ വിളിക്കുന്ന പേരെന്താണ്? ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ്. ഓക്കെ, ഓൾമോസ്റ്റ് ഇതുവരെ എഴുതിയാൽ ബാലൻസ്ഡ് ഇക്വേഷൻ ആയി. പക്ഷേ ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഒരു കംപ്ലീറ്റ്നെസ് കൊണ്ടുവരാൻ, ഒരു 100% എന്നൊക്കെ പറയാൻ, അല്ലെങ്കിൽ കംപ്ലീറ്റ്നെസ് കൊണ്ടുവരാനായിട്ട് ഒരു സംഭവത്തിന്റെയും കൂടെ ആവശ്യമുണ്ട്. നമ്മൾ എഴുതിയ ഈ പറയുന്ന ഓരോ എലമെന്റ്സും അല്ലെങ്കിൽ ഓരോ കോമ്പൗണ്ടിന്റെയും ഫിസിക്കൽ സ്റ്റേറ്റും കൂടെ റെപ്രസെന്റ് ചെയ്യുമ്പോഴാണ് ഒരു കംപ്ലീറ്റ് ഇക്വേഷൻ ആവുന്നത് കേട്ടോ. നോക്കിക്കേ, ഈ ഇക്വേഷൻ നോക്ക്. നമ്മൾ തൊട്ട് മുന്നേ ബാലൻസ് ചെയ്ത ഇക്വേഷൻ ആണ്. നമ്മൾ ഓൾറെഡി ബാലൻസ് ചെയ്ത് ഇങ്ങനെയല്ലേ, 3Fe എന്നും പ്ലസ് 4H2O ഗീവ്സ് Fe3O4 പ്ലസ് 4H2 വരെയാണ് നമ്മൾ ബാലൻസ് ചെയ്ത് നിർത്തിയത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് പറയുകയാണ് ഇവരുടെ സ്റ്റേറ്റ്സും കൂടെ, അതായത് ഈ ഓരോ കോമ്പൗണ്ടിന്റെ സ്റ്റേറ്റ്സും കൂടെ മെൻഷൻ ചെയ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്റ്റേറ്റ്സും കൂടെ എഴുതണം. എങ്ങനെയാണ് എഴുതേണ്ടത് നോക്കിക്കേ. സോളിഡ് ആണെങ്കിൽ, നമ്മുടെ സാധനം സോളിഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, S എന്ന് ബ്രാക്കറ്റിലിടും. ഓക്കെ, അടുത്ത് അക്വസ് ആണെങ്കിൽ AQ എന്ന് ബ്രാക്കറ്റിലിടും, ലിക്വിഡ് ആണെങ്കിൽ L എന്നിടും, ഗ്യാസ് ആണെങ്കിൽ G എന്നിടും. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ നോക്കിക്കേ, ബാലൻസ് ചെയ്ത് കണ്ടോ. അയൺ നമുക്കറിയാം സോളിഡ് ആണ്, അപ്പൊ നമ്മൾ S എന്നതിന്റെ ബ്രാക്കറ്റിൽ ഇട്ടു, സ്മോൾ ലെറ്റർ S അല്ലെ. വാട്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്കും വാട്ടർ നമുക്ക് ലിക്വിഡ് ആണെന്ന് അറിയാം അല്ലെ, പക്ഷെ ചില കേസിൽ വാട്ടർ ആയിട്ടായിരിക്കില്ല കൊടുക്കുന്നത്, സ്റ്റീം ആയിട്ടായിരിക്കും. ഇവിടെ അയണിലോട്ട് നമ്മൾ വാട്ടർ അല്ല കൊടുത്തത്, സ്റ്റീം ആണ് കൊടുത്തത്. ഓക്കെ, അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ അവര് നമ്മുടെ ക്വസ്റ്റ്യനിൽ എടുത്ത് മെൻഷൻ ചെയ്ത് പറയും കേട്ടോ. നിങ്ങൾ അതിൽ ടെൻഷൻ അടിക്കണ്ട. ഇങ്ങനെയായിരിക്കും ടെക്സ്റ്റിൽ പറയുന്നത്, റിയാക്ഷൻ ഓഫ് വാട്ടർ വിത്ത് സ്റ്റീം എന്ന് തന്നെയായിരിക്കും പറയുന്നത്, വാട്ടർ എന്നായിരിക്കില്ല പറയുന്നത് കേട്ടോ. അപ്പൊ സ്റ്റീം ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ വാട്ടറിന് ഗ്യാസ് എന്ന് കൊടുത്തത്. അതിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നോർമലി വാട്ടർ വന്നാൽ ലിക്വിഡ് ആണ് എഴുതേണ്ടത്, എന്നാൽ ക്വസ്റ്റ്യനിൽ സ്റ്റീം എന്നോ വാട്ടർ വേപ്പർ എന്നോ ഒക്കെ കണ്ടാൽ വാട്ടറിന് ഗ്യാസ് എന്ന് കൊടുക്കുക. അത് ക്വസ്റ്റ്യനിൽ നമുക്ക് എടുത്ത് തന്നിരിക്കും. ഓക്കെ, അതേപോലെ കണ്ടോ, ഉണ്ടായ ഫെറിക് ക്ലോറൈഡ് എന്താണ്, സോളിഡ് ആണ്. ഇവിടെ ഉണ്ടായ ഹൈഡ്രജൻ ഗ്യാസ് ആണ്, അതുകൊണ്ട് G കൊടുത്തു. ഇപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആയത്. ക്ലിയർ ആണോ? അപ്പൊ മെജോറിറ്റി ഓഫ് ദ കേസിൽ നമുക്ക് സ്റ്റേറ്റ് എഴുതാതെ നമ്മൾ തൊട്ട് മുന്നേ ചെയ്തത് വരെ നിർത്തി അവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ ക്വസ്റ്റ്യനിൽ എടുത്ത് പറയാണ് മെൻഷൻ ഇറ്റ് സ്റ്റേറ്റ്സ് എന്നും കൂടെ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അതും കൂടെ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എന്താണോ സ്റ്റേറ്റ് അതിനെ സ്മോൾ ലെറ്ററിൽ ബ്രാക്കറ്റിൽ കൊടുക്കുക. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ അല്ലേ?
അപ്പോ നമ്മൾ ചെയ്തത് അല്ലെ, നമ്മൾ എന്ത് പഠിച്ചു? ഇക്വേഷൻ ബാലൻസിങ് പഠിച്ചു. ഓക്കെ, നമ്മുടെ ചാപ്റ്ററിന്റെ ഏറ്റവും കോർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കഴിഞ്ഞത്. അതാണ് ഞാൻ ഇത്രയും ടൈം എടുത്ത് പറഞ്ഞത്. നിങ്ങൾ ഇനിയും ഇത് രണ്ടും മാത്രം ചെയ്താൽ പോരാ, ടെക്സ്റ്റിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്, എക്സസൈസ് ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്, അല്ലാത്തയും ഒത്തിരി ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്ത് നോക്കണം? ബാലൻസ് ചെയ്ത് അതൊന്ന് പ്രാക്ടീസ് ആവണം കേട്ടോ. എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യോ അത്രത്തോളം നിങ്ങൾക്ക് സ്പീഡും കൂടും, അതേപോലെ തന്നെ അതിന്റെ കൺസെപ്റ്റ് അത്രയും ക്ലിയർ ആവും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്താണ് ബാലൻസ്ഡ് ഇക്വേഷൻ എന്ന് ചിലപ്പോൾ 1 മാർക്കിനൊക്കെ ചോദിക്കാം. എങ്കിലും കൂടുതൽ കണ്ടുവരുന്നത് ബാലൻസ് ചെയ്യാനാണ്. അത്തരം ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. അപ്പോൾ ഉറപ്പായിട്ട് 100% ബാലൻസിങ് എന്തായിരിക്കണം? പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അത് അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോ ഇനി നമ്മുടെ ചാപ്റ്ററിന്റെ അടുത്ത സെക്ഷനിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഒരു സെക്ഷനാണ് നമ്മൾ എന്ത് പഠിച്ചു? എന്താണ് കെമിക്കൽ റിയാക്ഷൻ എന്നും കെമിക്കൽ ഇക്വേഷൻ എഴുതാൻ പഠിച്ചു, റിയാക്റ്റന്റ് പ്രോഡക്റ്റ് എന്താന്ന് പഠിച്ചു, അതിനെ ബാലൻസ്ഡ് ആക്കാൻ പഠിച്ചു അല്ലെ. ഇത്തരം കാര്യങ്ങൾ പഠിച്ച് നമ്മൾ ഒരു സെക്ഷൻ.